ഹലോ. ഈ അമാവാസി വന്ന ദിവസങ്ങളെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? അമാവാസി എല്ലാ മാസവും ഉണ്ടാവില്ലേ? അങ്ങനെയല്ല, ഇൻ പേഴ്സൺ നമ്മുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ നല്ല പൂർണ്ണ ചന്ദ്രനെ പോലെ ഉദിച്ചു നിൽക്കുന്ന മനുഷ്യന്മാർക്ക് വരുന്ന അമാവാസി എന്ന് പറയുന്ന ദിവസത്തിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ വരും മൂഡ് സ്വിങ്സ് നമ്മളെ പീരീഡ്സിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ. അത് ചിലപ്പോൾ ഒരു കുറച്ച് സമയങ്ങളിലൊക്കെ അങ്ങനെ ഒരു ടൈം ഓഫ് പീരീഡിൽ അത് നീണ്ടു നിൽക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂർണ്ണചന്ദ്രൻ അല്ലാത്ത ദിവസങ്ങളിൽ പോലും, എനിക്ക് അമാവാസ്യ വരുന്ന ദിവസങ്ങളിലും ഞാനിങ്ങനെ പൂർണ്ണചന്ദ്രനെ പോലെ ഉദിച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളെ കൊണ്ട് അത് ഒരിക്കലും ഈ ബീങ് എ സോഷ്യൽ ബട്ടർഫ്ലൈ അതിന് പറ്റാത്തൊരു സമയം വന്നപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡസ്പൊക്കെ അടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഡസ്പ് അടിച്ചിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കസിൻ ഉണ്ടാവില്ലേ, നമുക്ക് കയറി അടിക്കാൻ തോന്നുന്നത്. അതായത് ഇവരോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇവരെ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ, ലൈക്ക് ചേച്ചി അത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുമ്പോൾ നമ്മളോട് എനിക്കറിയാം ഞാൻ നിൻ്റെ മൂത്തതാണ്, അതുകൊണ്ട് നീ എന്നെ കയറി പഠിപ്പിക്കാൻ വരണ്ട, ആ ഒരു സ്പോട്ടിൽ നമുക്ക് അടിക്കാനൊക്കെ തോന്നുന്നൊരു കസിൻ. അതേപോലെ എനിക്കൊരു കസിനുണ്ട്. എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്താണ് പുള്ളിക്കാരിയായിട്ട് എനിക്കുള്ള ബന്ധമൊന്നും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാമ്പർ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു, അതെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ഡെയിലി എൻ്റെ ഒരു എക്സസൈസും റുട്ടീൻസും ഒന്നും ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എന്നെ ചേർത്ത് പിടിക്കാനായിട്ട് ഇപ്പോൾ വീട്ടിലുള്ള ആളുകളുണ്ട്, എന്നിട്ടും എനിക്കത് ശരിയാവുന്നില്ല. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, കുറു എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ സിറ്റുവേഷൻ, പക്ഷെ നീ ഇത് ഭയങ്കരമായിട്ട് നിനക്ക് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ നിനക്ക് വിഷമങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒരു കംഫർട്ട് സോണിൽ ഇരുത്തിയിട്ട് നിന്നോട് കെയർ കാണിക്കുന്ന മനുഷ്യരെ നീ ടോർച്ചർ ചെയ്യുന്ന രീതിയാണ്, നീ അവർക്കൊരു ബേർഡൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പാമ്പറിങ് കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ് ഈ പുള്ളിക്കാരിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവള് പറഞ്ഞ ഡയലോഗ് കേട്ടിട്ട് എടുത്തിട്ട് അടിച്ചാലോ എന്ന് വരെ തോന്നിപ്പോയി. അപ്പോൾ പിന്നെ പറഞ്ഞൊരു കാര്യം, നമ്മൾ ലേഡീസാണ്, നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഒരുപാട് ഹോർമോണൽ ഇൻബാലൻസസ് ഉണ്ടാവും, അതിൽ കൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ സൂപ്പർ വിമൺ ആണ് അല്ലെങ്കിൽ സൂപ്പർ മാൻ ആണ് എന്നുള്ളൊരു സാധനത്തിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് എൻഷുർ ചെയ്യണം ദാറ്റ് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, നമ്മളെ ഒരു സൊസൈറ്റീനെ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആക്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത് എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ പെടുന്ന ഒരു 4-5 ആളുകൾ, നമ്മളെ വിരലിലുണ്ടാവുന്ന ഒരു 4-5 ആളുകൾ നമുക്ക് ചുറ്റും കിടന്നിട്ട് ഇങ്ങനെ ചക്രശ്വാസം വലിക്കുക എന്ന് പറയുന്നൊരു സാരമില്ലേ, അതേപോലെ കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഓർക്കൊരു ഭാരമാവാതിരിക്കണം. ഞാൻ ഇത്ര മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി എനിക്കുള്ളത് കാരണം എനിക്ക് ഒരുപാട് മൂഡ് സ്വിങ്സും ഇതൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഓ മൈ ഗോഡ്, ഞാൻ എന്താണ് ഇപ്പം ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചിന്തിക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടല്ലോ. കാര്യം ഇപ്പോൾ കുറേ വർഷമായല്ലോ ഭൂമിയിലേക്ക് വന്നിട്ട്. അപ്പോൾ ഇത് ആലോചിക്കാൻ മാത്രമുള്ളൊരു ബുദ്ധി ഇല്ലാണ്ട് ആയിപ്പോയോ എനിക്ക്. പക്ഷെ ആ സമയത്ത് നമുക്കിതൊന്നും തോന്നില്ല, നമുക്ക് വിഷമമുണ്ട്, അത്രയേ ഉള്ളൂ. എനിക്ക് വിഷമമുണ്ടെന്ന് മാത്രമേ നോക്കുള്ളൂ. പക്ഷേ സൊല്യൂഷൻ കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചല്ലോ എന്നുള്ളൊരു സാധനം വന്നു. പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് എനിക്ക് എൻ്റെ കസിൻ എന്ന് പറയുന്ന ഈ ചേച്ചി, അല്ലെങ്കിൽ ഈ പുള്ളിക്കാരി. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ശരിയാണ്, ഞാൻ ആദ്യം പോയി കാണേണ്ടത് ഒരു ഡോക്ടറിനെയാണ്, എന്താ കാര്യം എന്നുള്ളത് അറിയണം. അപ്പം നിങ്ങൾക്കിപ്പോൾ എൻ്റെ ചാനലിൽ ഇപ്പോൾ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കഴിഞ്ഞ ജൂൺ 19 ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. 1 ഇയർ എടുക്കേണ്ടി വന്ന് അടുത്തൊരു വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ വൈറ്റമിൻ ഡിൻ്റെ ഒക്കെ കംപ്ലയിൻറ്റ് ഇട്ടിട്ടോ, കുറേ കഥയൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി, അതേപോലെ 30+ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഹോർമോണൽ ഇൻബാലൻസസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ ഒരുപാട് മനുഷ്യർ ഇതിൽ കൂടിയൊക്കെ കടന്നു പോകുന്നുണ്ടാവും, എസ്പെഷ്യലി ലേഡീസ്. ജെൻസിനും ഉണ്ടാവും കേട്ടോ പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്കിങ്ങനെ അപ്പം കുറേ പറയുന്നുണ്ടല്ലേ, അവോയ്ഡ് ചെയ്താണ്. ഇപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളൊരു പ്രശ്നത്തിൽ കൂടിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഉളുപ്പ് പാടില്ല. എനിക്കൊരു പ്രശ്നമുണ്ട്, അതിനുള്ള സൊല്യൂഷൻ ഞാൻ തന്നെ കണ്ടെത്തണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ മറ്റൊരാളുടെ അടുക്കുന്ന ഹെൽപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ചോദിച്ച് മേടിക്കണം. അതിന് ഒരു ദാക്ഷിണ്യം പാടില്ല, ദാക്ഷിണ്യം പാടുകയേ പാടില്ല.
കാര്യം നമ്മളിത് ഇന്ന് ചെയ്തില്ലെങ്കിൽ നമ്മളെ ചുറ്റിലും നമ്മളെ ചുറ്റിപ്പിടിക്കുന്ന നമ്മളെ പ്രയോറിറ്റി ലിസ്റ്റിൽ പെടുന്ന മനുഷ്യന്മാർക്ക് നമ്മളൊരു ബേർഡൻ തന്നെ ആയിപ്പോവും. അതിന് ബേർഡൻ ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ചുമരുമ്പോൾ കയറ്റണം അടിക്കാനൊക്കെ തോന്നുന്ന കസിൻസ് ഉണ്ടാവുമല്ലോ, പോരെ ആ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, അല്ലെങ്കിൽ അവരെ നമുക്ക് എന്ത് പറഞ്ഞ് ഡിഫൈൻ ചെയ്യണം എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ചിലപ്പോൾ നമ്മളെ ഗാർഡിയൻ ഏഞ്ചൽസ് ആയിരിക്കും. ഇപ്പം നമുക്ക് ഗാർഡിയൻ ഏഞ്ചൽസ് ആയിരിക്കാം ചെറുപ്പത്തിൽ നമുക്ക് അടിക്കാനൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതേപോലെയുള്ള ഒരു മനുഷ്യൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. നമ്മൾ തോന്നും നമുക്ക് ആരും ഇല്ല എന്ന്, പക്ഷെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ ഗാർഡിയൻ ഏഞ്ചലായിട്ടൊക്കെ. അപ്പം അങ്ങനെയുള്ള മനുഷ്യന്മാരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കുക. ChatGPT ഇപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ പോയിട്ട് ChatGPTനോട് ചോദിക്കൂലേ. ChatGPT നമ്മളടുത്ത് നമ്മളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും. ഈ പറഞ്ഞ പോലെ ഞാനും ChatGPTൻ്റെ അടുത്തൊക്കെ പോകാറുണ്ട്. പക്ഷെ വൺസ് ഞാനിത് ChatGPT അല്ലാതെ എനിക്ക് പ്രശ്നം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് കണ്ണുപിടിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ കസിൻ എന്ന് പറയുന്ന പുള്ളിക്കാരിനെ കണ്ടുമുട്ടുന്നത്. ഞാൻ കണ്ടുമുട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡ്രാമയായിപ്പോവും. കണ്ടുമുട്ടില്ല, എനിക്കത് ഓപ്പണായിട്ട് പറയാനായിട്ട് പറ്റിയത്. അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പം നമ്മുടെ മാത്രം പ്രശ്നമാണെന്നുണ്ടെങ്കിലും ഒരു ഹെൽപ്പ് എടുക്കാനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ട് കാണിക്കാൻ പാടില്ല കേട്ടോ. കാര്യം നമ്മൾ തിരഞ്ഞു വരാൻ ഒരു പക്ഷേ ഡെയിലി ലൈഫിലൊന്നും ആൾക്കാർക്ക് പറ്റിക്കോളണമെന്നില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു ട്രോമയോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ റിക്കവർ ആവുക എന്ന് പറയുന്നത് ആസ് ആൻ ഇൻഡിവിജ്വൽ എൻ്റെ മാത്രം ഇതാണ്. അപ്പോൾ നമ്മൾ ഹെൽപ്പ് എടുക്കാനോ ഒന്നിനും ഒരു മടിയും കൂടാൻ പാടില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്.